വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. ഇത് നമ്മള് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം LDCയില് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ വാർത്തയിൽ വന്ന ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനോടെ മനസ്സിലാക്കാം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗം, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗം അറിയപ്പെടുന്നതാണ് അക്ഷാസ്ഥികൂടം. എന്താണ് അക്ഷാസ്ഥികൂടം? എന്താണ് അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്? മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടമാണ്. അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. അടുത്ത, അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം, അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം ഏതാണ്? സ്നായുക്കളാണ്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? സ്നായുക്കൾ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? സ്നായുക്കൾ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്നത്, അസ്ഥികളും പേശികളും ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് ടെൻഡനുകൾ. അസ്ഥികളും പേശികളുമാണെങ്കിൽ ടെൻഡനുകൾ. പിന്നെ അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗമാണ് സ്നായുക്കൾ. അടുത്ത, അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. ശരീരത്തിലെ ഏറ്റവും ദൃഢമേറിയ കല അസ്ഥി. ഏതാണ് ശരീരത്തിലെ ഏറ്റവും ദൃഢമേറിയ കല? അസ്ഥിയാണ്. ഇനി അസ്ഥികളെ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. കാൽസ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് തുടങ്ങിയ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായ ഒടിവ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? കാൽസ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് തുടങ്ങിയവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി കീലസന്ധി. തലയോട്ടിയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 22. തലയോട്ടികളെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 അസ്ഥികളാണ് തലയോട്ടിയിലുള്ളത്. ഒന്നും കൂടെ നമുക്ക് പറയാം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് അക്ഷാസ്ഥികൂടം. ഇനി അസ്ഥികളെ തമ്മിൽ ചേർത്ത് വെക്കുന്ന ചരട് പോലെ ഭാഗമാണ് സ്നായുക്കൾ. അസ്ഥികളെ പേശികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരട് പോലെ ഭാഗമാണ് ടെൻഡനുകൾ. ഇനി അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ദൃഢതയേറിയ കല അസ്ഥി. കാൽസ്യത്തിന്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ് തുടങ്ങിയവ കാരണം അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. തലയോട്ടിയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 22. തലയോട്ടിയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് ഏതാണ്? കീഴ്ത്താടിയെല്ല്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്തുമോയിഡ്. എന്താണ് എത്തുമോയിഡ്? മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമമാണ് എത്തുമോയിഡ്. എന്താണ് എത്തുമോയിഡ്? സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഏതാണ്? സൈനോവിയൽ ദ്രവം. സന്ധിയിലെ അസ്ഥികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സന്ധിയിലെ അസ്ഥികൾ തമ്മിലുള്ള ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം എന്താണ് ഉണ്ടാകുന്നത്? എല്ലുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ശിശു വളരുന്നതനുസരിച്ച് എല്ലുകളുടെ എണ്ണം കുറയുന്നു.
റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് കയ്യിലാണ്. നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി അറിയപ്പെടുന്നത് ആക്സിസ്. നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി ഏതാണ്? ആക്സിസ്. നട്ടെല്ലിലെ രണ്ടാമത്തെ അസ്ഥി ആക്സിസ്. മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങൾ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത്? മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങൾ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ. എന്താണ്? തരുണാസ്ഥികൾ. എന്താണ്? മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങൾ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്ന പേരാണ് തരുണാസ്ഥികൾ. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം, മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3 മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3. നട്ടലിന്റെ ആദ്യ കശേരുമായി തലയോട് ചേരുന്ന സ്ഥാനത്ത് കാണപ്പെടുന്ന സന്ധി. നട്ടലിന്റെ ആദ്യ കശേരുമായി തലയോട് ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. കീലസന്ധി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് കീലസന്ധി? അതെ, നട്ടലിന്റെ ആദ്യ കശേരുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്നതാണ് കീലസന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി ഏതാണ്? വിജാഗിരി. വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധി. താടി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം, താടി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗമാണ് ദന്തമൂലം. താടി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം ദന്തമൂലം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ. പല്ലിന്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ലിന്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. ഒന്നുകൂടെ നോക്കാം. എന്താണ്? തലയോട്ടിയിലെ ആകെ അസ്ഥികളുടെ എണ്ണം 22. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധിയാണ് കീലസന്ധി. കീലസന്ധി. മറ്റൊരു കാര്യം പറഞ്ഞു, നട്ടലിന്റെ ആദ്യ കശേരുമേ തലയോട് ചേരുന്ന സ്ഥലത്ത് കാണപ്പെടുന്ന സന്ധി ഏതാണ്? കീലസന്ധിയാണ്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്തുമോയിഡ്. മൂക്കിലെ പാലത്തിലെ അസ്ഥിയുടെ ശാസ്ത്രീയ നാമം എത്തുമോയിഡ്. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവം. മുഖാസ്ഥികളിൽ ഏറ്റവും ശക്തി കൂടിയത് കീഴ്ത്താടിയെല്ല്. റേഡിയസ്, അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കയ്യിലാണ് കാണപ്പെടുന്നത്. നട്ടലിലെ രണ്ടാമത്തെ അസ്ഥി എന്നറിയപ്പെടുന്നത് ആക്സിസ് ആണ്. മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങൾ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ. മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം 3. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. താടി എല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിന്റെ ഭാഗം ദന്തമൂലം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെന്റൈൻ. പല്ലിന്റെ പ്രധാന ഘടകമായ രാസപദാർത്ഥം കാൽഷ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിന്റെ സംരക്ഷണമാണ്? സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിന്റെ സംരക്ഷണമാണ്? ഇസ്ട്രജൻ എന്ന ഹോർമോണിന്റെ സംരക്ഷണമാണ് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറയാനുള്ള പ്രധാന കാരണം. ഏത് ഹോർമോണാണ്? ഇസ്ട്രജൻ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയത്തിലെ രക്തം പ്രവേശിക്കുന്നു. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എത്രയാണ്? ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നത് ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോഴാണ്. അപ്പോൾ ധമനിയിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയായിരിക്കും? കുറഞ്ഞ മർദ്ദം ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് അറിയപ്പെടുന്നത്. അത് സാധാരണഗതിയിൽ 80 mmHg ആണ്. 80 mmHg ആണ് ഡയസ്റ്റോളിക് പ്രഷർ. അത് ഹൃദയം വികസിക്കുമ്പോൾ ഹൃദയത്തിനുള്ളിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം ഏറ്റവും കുറഞ്ഞ മർദ്ദമാണ് 80 mmHg. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണ്? ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണ്? എക്കോ കാർഡിയോഗ്രാഫ്. എക്കോ കാർഡിയോഗ്രാം. ഏതാണ്? എക്കോ കാർഡിയോഗ്രാം. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിശേഷിപ്പിക്കുന്ന പരിശോധന ഏതാണ്? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശോധന ഏതാണ്? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം.
ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടി രക്തം എത്തുന്ന ഹൃദയഭാഗം. ശ്വാസകോശത്തിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഹൃദയത്തിന്റെ ഭാഗത്തിലേക്ക് ഓക്സിജൻ അളവ് കൂടിയ രക്തം എത്തുന്ന ഭാഗം എവിടെയാണ്? ഹൃദയത്തിന്റെ ഭാഗം. ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഓക്സിജൻ അളവ് കൂടിയ രക്തം ഹൃദയത്തിൽ എത്തുന്ന ഭാഗമാണ് ഇടത് ഏട്രിയം. ഇടത് ഏട്രിയത്തിലേക്കാണ് ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ശുദ്ധമായ രക്തം ഹൃദയത്തിൽ എത്തിപ്പെടുന്ന എവിടെയാണ്? ഇടത് ഏട്രിയത്തിലേക്കാണ് എത്തുന്നത്. ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഓക്സിജൻ കൂടുതലുള്ള രക്തം ഹൃദയത്തിൽ എത്തുന്ന ഭാഗം ഏതാണ്? ഇടത് ഏട്രിയമാണ്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിതല വാൽവ്. എന്താണ്? ദ്വിതല വാൽവ്. മനുഷ്യ ഹൃദയത്തിലെ അറകളായ ഇടത് വെൻട്രിക്കിളിനെ ഇടത് ഏട്രിയത്തിന്റെയും വലത് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവിനെ വിളിക്കുന്ന പേരാണ് ദ്വിതല വാൽവ്. എന്താണ്? ദ്വിതല വാൽവ്. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ്? ദ്വിതല വാൽവ്. ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ്? ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ്? ഉത്തരം രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതാണ്. എന്താണ്? രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിനാണ് ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത്. രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തകോശം ഏതാണ്? ചുവന്ന രക്താണു ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം. ചുവന്ന രക്താണു. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം പൊതുവെ എങ്ങനെയായിരിക്കും? കുറഞ്ഞിരിക്കും. രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായമായ രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ. എന്താണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. ഇനി മനുഷ്യ ശരീരത്തെ ഏറ്റവും കൂടുതൽ രക്തകോശം ഏതാണ്? ചുവന്ന രക്താണു ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. ഇനി അടുത്തത് രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കൊയാഗുലേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കൊയാഗുലേറ്റുകൾ. രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് കൊയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളായ ആന്റി കൊയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ഏത്? ആന്റി കൊയാഗുലേറ്റുകൾ. എന്നാൽ രക്തം ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങളാണ് കൊയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കുന്നത് പ്രതികൂലമായി ബാധിക്കുന്ന രക്തത്തിലെ ഘടകങ്ങളാണ് ആന്റി കൊയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. ഒന്നുകൂടി നോക്കാം. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്ന കാരണം ഏത് ഹോർമോണിന്റെ സംരക്ഷണമാണ്? ഈസ്ട്രജൻ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് രക്തം പ്രവേശിക്കുന്നു. അപ്പോൾ ധമനികൾ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് അറിയപ്പെടുന്നത്. 80 mmHg ആണത്. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണ്? എക്കോ കാർഡിയോഗ്രാം. ശ്വാസകോശത്തിൽ നിന്നും സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടി രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത് ഏട്രിയം. മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദ്വിതല വാൽവ്. ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്ന എന്തിനാണ്? രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രക്തകോശം ചുവന്ന രക്താണു.
ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദത്തിന് എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കുന്ന? രക്തസമ്മർദ്ദം കുറഞ്ഞിരിക്കും. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകൾ. രക്തത്തെ ഘനീഭവിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കോയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കലിനെ പ്രതികൂലമായി ബാധിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ഏത്? ആന്റി കോയാഗുലേറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ്. മുന്നോട്ട് പോകാം. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹയാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹയാണ്. ആന്റിബോഡികൾ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. ആന്റിബോഡികൾ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡികൾ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ഏതാണ്? ലിംഫോസൈറ്റ്. ഇപ്പൊ ലിംഫോസൈറ്റ് ആണ് ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന രക്തകോശം. ആന്റിബോഡികൾ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ്. ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചുവന്ന രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. എന്താണ്? പോളിസൈത്തീമിയാണ് ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? എത്രയാണ്? 70 മില്ലി ലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്? ഹൃദയം സങ്കോചിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്? 70 മില്ലി ലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ലോകത്ത് ആദ്യമേ ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രത്തിന്റെ രക്തസാമ്പിളുകളാണ്? ലോകത്തിൽ ആദ്യമേ ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രത്തിന്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സൺ എന്ന ശാസ്ത്രജ്ഞ രക്തസാമ്പിളാണ് ആദ്യം ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്ത്? ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്ത്? രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ? ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരെന്താണ്? നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരാണ് പാപ്പിലകൾ. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പാപ്പിലകൾ. ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ്. ആഹാരത്തിലൂടെ ആമാശയത്തിന് രോഗാണുക്കൾ നശിപ്പിക്കുന്ന ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് ആണ്. ക്ലോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. ആഹാരത്തിലെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിന്റെ പേരാണ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ് പെരിസ്റ്റാൾസിസ്? ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. വൻകുടലിൽ വെച്ചാണ് ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഭക്ഷണത്തിൽ അടങ്ങിയ ജലാംശം ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ വൻകുടലിൽ വെച്ചാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ. പിത്തരസത്തിൽ അടങ്ങിയ പിഗ്മെന്റുകൾ ഏതൊക്കെയാണ്? ബിലിറൂബിനും ബിലിവെർഡിനും ആണ് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ. ബിലിറൂബിൻ ആൻഡ് ബിലിവെർഡിൻ ആണ് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ. പെരിയോഡോണ്ടൈറ്റ്
പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മോണയാണ് ബാധിക്കുന്നത്. പെരിയോഡോണ്ടൈറ്റിസ് മോണയാണ് ബാധിക്കുന്നത്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചെടുത്ത കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചേർക്കുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമന്റമാണ്. പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം, പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പൾപ്പ് കാവിറ്റി. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം, മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം സെല്ലുലോസ്. ഒന്നുകൂടെ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹ. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ്. ചുവന്ന രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകുന്ന അവസ്ഥ പോളിസൈറ്റീമിയ. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തമാണ് ധമനികൾക്കുള്ളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്? 70 മില്ലി. ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്ത സാമ്പിളാണ്? ജെയിംസ് വാട്സൺ. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ എന്ത്? രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്നറിയപ്പെടുന്നത്. നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് പാപ്പിലകൾ. ആഹാരത്തിലൂടെ ആമാശയത്തിലേക്ക് എത്തുന്ന രോഗാണുക്കൾ നശിപ്പിക്കുന്ന അവസ്ഥ ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നാം കഴിക്കുന്ന ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? ക്രോമപിതാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകം സങ്കോച വികാസത്തെ പേര് പെരിസ്റ്റാൾസിസ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്ര വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ബിലിറൂബിൻ, ബിലിവേർഡിൻ. പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? മോണയാണ് പെരിയോഡോണ്ടിസ് ബാധിക്കുന്നത്. ശരീരത്തിലെ മോണയാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചിരുന്ന കാൽസ്യം അടങ്ങിയ യോജകകല സിമന്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നൽകുന്ന കാൽസ്യം അടങ്ങിയ യോജകകല ഏതാണ്? സിമന്റമാണ്. പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം, പൾപ്പ് കാവിറ്റി. മനുഷ്യ ശരീരത്തെ ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം സെല്ലുലോസ്. നമ്മൾ ഇന്ന് ജീവശാസ്ത്രവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും ആണ് നോക്കിയത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യണം. തുടർന്ന് ഇത്തരം ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. Till then, it's bye from me.